വൈദ്യശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം. അതായത് ലോകം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ സയൻസിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം സയൻസ് ഏത് ദിശയിലേക്ക് ചെരിയണം, അല്ലെങ്കിൽ ഏത് അറിവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ഓരോ വർഷവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് നോബൽ പ്രൈസ്. അതായത് ഏത് അച്ചീവ്മെൻറ്റിൻ്റെ പുറകിലാണ് ലോകം നേരിടുന്ന പ്രതിസന്ധികളെ തീർക്കാനുള്ള അറിവുകളുടെ കലവറയിരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. ഇത്തവണ മെഡിക്കൽ സയൻസിൽ 2 പ്രധാന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ഒരു രഹസ്യങ്ങളുടെ കലവറയാണ് തുറന്നു കെട്ടിയിരിക്കുന്നത്. അത് ഒന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ, മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ 2 രോഗങ്ങളാണ്. ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയാം. അതായത് നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് അസുഖങ്ങൾ വരുമ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് ആൻറ്റിബോഡി റിയാക്ഷൻ നടത്തും. അതായത് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പ്രതിരോധ സംവിധാനങ്ങൾ ബോഡിയിൽ ഉണരും. ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഉണരുന്നതോടൊപ്പം ചില സമയത്ത് ഈ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ഉണ്ടാകുന്ന സെല്ലുകൾ നമ്മുടെ ബോഡിയെ തന്നെ ആക്രമിക്കും. അതായത് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ബോഡിയിലെ ചില സെല്ലുകൾക്കെതിരെ പ്രതിരോധം ഏർപ്പെടുത്തുക. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. അതായത് ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം മസിലുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ ഇൻസുലിനെതിരെ പ്രതിരോധം ഉയർത്തുക. അതായത് ഇൻസുലിൻ എത്ര ഉൽപ്പാദിപ്പിച്ചാലും ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആ ഇൻസുലിനെ നശിപ്പിച്ച് കളയും. ഇൻസുലിനെ ബോഡിയുടെ മസിൽസിനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ച് കളയും. ഇങ്ങനെയാണ് എല്ലാ അസുഖങ്ങളും. ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസൺ ഡിസീസ്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി തന്നെ നശിപ്പിക്കുക. ഡോപ്പാമിനെ ബോഡി തന്നെ നശിപ്പിക്കുക. മയാലിൻ ഷീത്തിനെ ബോഡി തന്നെ നശിപ്പിക്കുക. അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബോഡി അതിനെതിരെ ഒരു ഡിഫൻസ് ഉണ്ടാക്കിപ്പോയി. ഇതാണ് ഒരു പ്രതിസന്ധി. രണ്ടാമത്തത് നമുക്കെല്ലാവർക്കും അറിയാം, ക്യാൻസറാണ്. ക്യാൻസറിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് വൈദ്യശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് രണ്ടിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു കണ്ടുപിടുത്തമാണ്. അതായത് ഇതിൻ്റെ പേര് പെരിഫറൽ ടോളറൻസ് എന്നാണ്. അതായത് നമ്മുടെ ബോഡിയിൽ പെരിഫറൽ ടോളറൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടെന്ന് കണ്ടെത്തുക. അതിനെക്കുറിച്ചുള്ള പഠനവും അറിവുമാണ് ഇപ്പം നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സംവിധാനം? അതായത് ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് സാക്കാഗൂച്ചി എന്നാണ്. പുള്ളി ഒരു കണ്ടുപിടുത്തം നടത്തി. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ചല്ലത്. പുള്ളി ഒരു ലാബ് എടുത്തു. ലാബിൽ നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെ മൈക്രോ ഓർഗാനിസം, അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു രോഗം വരുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ T സെൽസ് ആക്ടിവേറ്റ് ആവും. അപ്പം T സെൽസ് ആക്ടിവേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ചെന്ന് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുക. അപ്പം അങ്ങനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പം എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ T സെൽസിന് അതിന് ചുറ്റും റിസപ്റ്റേഴ്സ് ഉണ്ട്, T സെൽസ് റിസപ്റ്റേഴ്സ്. അപ്പം ഈ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന മൈക്രോ ഓർഗാനിസത്തെയൊക്കെ അതിൻ്റെ പ്രോട്ടീനിനെ നശിപ്പിച്ച് കളഞ്ഞ് അതിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത പരുവത്തിലാക്കും. അങ്ങനെ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന ഈ സെൽസുകൾ, ഈ റിസപ്റ്റേഴ്സ്, T റിസപ്റ്റേഴ്സ് സെൽസ് ചില സമയത്ത് നമ്മുടെ ബോഡിയുടെ സ്വന്തം പ്രോട്ടീനിനെ ഇത് അറ്റാക്ക് ചെയ്യും. ഇതാണ് ഈ കണ്ടുപിടുത്തം.
സ്വന്തം കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച വസ്തുത സ്വന്തം പ്രോട്ടീനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ സ്വന്തം പ്രോട്ടീനെ അറ്റാക്ക് ചെയ്യുമ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആവും, അല്ലെങ്കിൽ സെൽഫ് റിയാക്റ്റീവ് സെൽസ് എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം ബോഡീനെ നശിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഒരു ഡിഫൻസ് മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടി സെൽസ് റിസപ്റ്റേഴ്സും നമ്മുടെ തൈമസ് ഗ്ലാൻഡിലൂടെയാണ് കടന്നു പോകുന്നത്, ഫിൽട്ടർ ചെയ്ത്. അതിന് സെൻട്രൽ ഫിൽട്രേഷൻ എന്നാണ് പറയുന്നത്, അല്ലെ സെൻട്രൽ ടോളറൻസ്. അപ്പം അവിടെ ഇട്ടാണ് ഇതിനെയെല്ലാം നശിപ്പിച്ച് കളയുന്ന പരിപാടി നടക്കുന്നത്. അപ്പം ഈ സെൻട്രൽ ടോളറൻസിന് പിടികൊടുക്കാതെ ചാടിപ്പോകുന്ന സെൽഫ് റിയാക്റ്റീവ് സെൽസാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെൻട്രൽ ടോളറൻസിൽ നിന്ന് ചാടിപ്പോയ തൈമസ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിലൂടെ നശിച്ചു പോകേണ്ടിയിരുന്നതും എന്നാൽ അവിടെ നിന്ന് ചാടിപ്പോകുന്നതുമായ സെൽഫ് റിയാക്റ്റീവ് സെൽസുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചെന്ന് നമ്മുടെ ബോഡിയുടെ സ്വന്തം പ്രോട്ടീനെ നശിപ്പിച്ച് കളയുന്നത്. അവിടെയാണ് പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസ് എന്ന് പറയുന്ന ഈ പരീക്ഷണം പോസിറ്റീവ് ആകുന്നത്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് ചാടിപ്പോകുന്ന ഇതിനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്ന് ഇതുവരെ ലോകം ചിന്തിച്ചിട്ടില്ല. അപ്പം ഇവിടെ പെരിഫറൽ ടോളറൻസ് എന്ന് പറയുന്ന ഇമ്മ്യൂണോ ടോളറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അതിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചാടിപ്പോകുന്നതിനെ നശിപ്പിക്കാനായിട്ട് ബോഡിയിൽ ഇങ്ങനെ സെൽഫ് റിയാക്റ്റീവ് സെൽസ് ബോഡിയിലുണ്ടായാൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോഡി ഉണ്ടാക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ടി റെഗുലേറ്ററി സെൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ പുതിയ പേരാണ് ടി റെഗുലേറ്ററി സെൽസ് എന്ന് പറയുന്നത്. അപ്പം ടി റെഗുലേറ്ററി സെൽസ് ഉണ്ടാക്കിയാണ് ബോഡി ഇതിനെ നശിപ്പിച്ച് കളയുന്നത്. പക്ഷേ ടി റെഗുലേറ്ററി സെൽസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സഹായിക്കുന്ന ജീനുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ടി റെഗുലേറ്ററി സെൽസ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുണ്ടാക്കാൻ പര്യാപ്തമായ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ കാണത്തില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത്. പെരിഫറൽ ഫീൽഡിലുള്ള ടോളറൻസ് നന്നായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പോൾ എന്താ വേണ്ടേ? അപ്പോൾ ഇതിലേക്ക് നയിക്കുന്നതാണ് ഈ പരീക്ഷണം. ഈ പുള്ളി ഒരു പരീക്ഷണം നടത്തി. അതായത് ഒരു എലിക്കുഞ്ഞ് അത് ജനിച്ച ഉടനെ അതിൻ്റെ തൈമസ് ഗ്ലാൻഡ് അങ്ങ് കട്ട് ചെയ്തപ്പം അതിന് സെൽഫ് റിയാക്റ്റീവ് സെൽസുകൾ ഉണ്ടായി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായി. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായ എലിക്ക് പുള്ളി ടി റെഗുലേറ്ററി സെൽസ് അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള എലിയിൽ നിന്ന് എടുത്ത് ഇതിന് കുത്തിവെച്ചപ്പം ഇതിൻ്റെ അസുഖം മാറി. ഇത് ഹെൽത്തി മോസായിട്ട് മാറി. അപ്പോൾ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ടി റെഗുലേറ്ററി സെൽസിൽ ഈ നല്ല എബിലിറ്റിയുള്ള മച്ചുറായ ഹെൽത്തിയായ ഈ എലിയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ഘടകം ഇതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അതിനെക്കുറിച്ച് പരീക്ഷണം നടത്തി. അതിന് പുള്ളി ഇട്ട പേരാണ് ടി റെഗുലേറ്ററി സെൽസ്. പക്ഷെ അതെന്താണോ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നതെന്നോ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് രണ്ട് മേരി എന്ന് പറയുന്ന ഒരു ലേഡിയും പിന്നെ വേറൊരാളും കൂടി ഒരു പരീക്ഷണം നടത്തി. അത് വേറൊരു ലാബിലാണ്. അവർ ഇതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെ എലികൾക്കുള്ള സ്കാർഫി എന്ന് പറയുന്ന ഒരു അസുഖമുള്ള ഒരു എലീനെ എടുത്തു. എന്നിട്ട് അതിനെ പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞാൽ ആ അസുഖം ഉണ്ടാകാനായിട്ടുള്ള ഘടകം ജീനിൽ എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അവരൊരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ഭയങ്കര മൈക്രോസ്കോപ്പിക് പഠനങ്ങളാണ് ഇതെല്ലാം. ഏറ്റവും സ്മോളസ്റ്റ് ഫങ്ഷണൽ ഭാഗമാണ് ഈ എലിയുടെ ജീൻ എഡിറ്റ് ചെയ്ത് അതിനകത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അതിൽ നിന്ന് അവർ കണ്ടുപിടിച്ചു 20 ജീനുകൾ അവർക്ക് ആ ഒരു എക്സ് ജീനിൻ്റെ മിഡിൽ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് അവർക്ക് അറിയാം.
അപ്പം മിഡിൽ ഭാഗത്ത് നിന്ന് ഒരു പാർട്ടെടുത്ത് അത് 20 ജീനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് 20 ജീൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിൽ നിന്ന് ഓരോന്നിനെ എടുത്ത് പരീക്ഷണം നടത്തി അതിൽ നിന്ന് ഒരു ജീനിനെ അവർ കണ്ടുപിടിച്ചു. അപ്പം ഫോക്സ് P3 എന്നാണ് അതിന് പേരിട്ടേക്കുന്നത്. ഈ ഫോക്സ് P3 ജീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മ്യൂട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഈ എലിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പം എവിടെയാണോ മ്യൂട്ടേഷൻ, സെല്ലിൽ എവിടെയാണോ മ്യൂട്ടേഷൻ ഉണ്ടായത്, അതായത് വ്യത്യാസം ഉണ്ടായത്, അത് ഫോക്സ് P3 അപ്പം ആ ഫോക്സ് P3 എന്ന് പറയുന്ന സംഭവത്തിൽ മ്യൂട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടായതെന്ന്. അപ്പം എന്താ സംഭവം? അപ്പം ഇതിനെ എടുത്ത് ആദ്യത്തെ ആൾ വീണ്ടും പരീക്ഷണം നടത്തി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഫോക്സ് P3 എന്ന് പറയുന്ന ആ പോർഷൻ, ജീനിലെ ആ പോർഷനാണ് T റെഗുലേറ്ററി സെൽസിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫോക്സ് P3യുടെ കുറവ് കൊണ്ടാണ് T റെഗുലേറ്ററി സെൽസ് സാധാരണ ബോഡിയിൽ കാണാത്തത്. ഇതാണ് ഇതിൻ്റെ രത്നച്ചുരുക്കം. അപ്പം പിടികിട്ടി എന്താ പ്രശ്നം? ഫോക്സ് P3 ജീനിൻ്റെ കുറവ് കൊണ്ട് സെല്ലിൽ മ്യൂട്ടേഷൻ ഉണ്ടാവുക. ഫോക്സ് P3യിൽ മ്യൂട്ടേഷൻ ഉണ്ടായതുകൊണ്ട് ആവശ്യത്തിന് റെഗുലേറ്ററി T സെൽസ് ഉണ്ടാക്കാൻ ബോഡിക്ക് പറ്റുന്നില്ല. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി മനുഷ്യനിലേക്ക് പരീക്ഷണം നടത്താനുള്ള അനുവാദമാണ് ഈ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാക്കാൻ ഇനിയിപ്പം ലാബിൽ എങ്ങനെയാണ് നടത്തുന്നത്? നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജീനിൽ ഇത് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആർട്ടിഫിഷ്യലായിട്ട് ഈ പറയുന്ന റെഗുലേറ്ററി T സെൽസിനെ ഉണ്ടാക്കാൻ ലാബിൽ പോവുക. ഒന്നല്ലെങ്കിൽ നല്ല ബോഡിയിൽ നിന്ന് എടുത്ത് അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബോഡിയിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളെ എതിർക്കാനുള്ള ശക്തിയായിട്ട് മാറും. എന്നാൽ ക്യാൻസറിൽ ഇതെങ്ങനെയാണ് സഹായിക്കുന്നത്? ക്യാൻസറിൽ ഇത് സഹായിക്കുന്നത് നേരെ തിരിച്ചാണ്. അതായത് ക്യാൻസർ സെല്ലിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് T റെഗുലേറ്ററി സെൽസാണ്. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടായേക്കുന്ന ഒരു ചേഞ്ച് ആയതുകൊണ്ട് അതിലെ സെൽ മ്യൂട്ടേഷനെ സഹായിക്കുന്നത് T റെഗുലേറ്ററി സെൽസ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റിന് ക്യാൻസർ ആണെങ്കിൽ ഈ T റെഗുലേറ്ററി സെൽസുകളെ എല്ലാം അങ്ങ് നശിപ്പിച്ച് കളയും, എവിടെയാണോ അസുഖം ഉണ്ടായിരിക്കുന്ന ആ ഭാഗത്തെ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിന് ഓട്ടോ സെൽസ്, ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റത്തിന്, ബോഡിയുടെ ഇമ്മ്യൂണിറ്റിക്ക് ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. കാരണം ബോഡിയുടേതല്ലാത്തൊരു സെല്ലാണ്, അതിനൊരു മ്യൂട്ടേഷൻ ഉണ്ടായി വന്നേക്കുക. പക്ഷേ മ്യൂട്ടേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാ? ആ മ്യൂട്ടേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് T റെഗുലേറ്ററി സെൽസാണ്. ആ T റെഗുലേറ്ററി സെൽസിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മ്യൂട്ടേഷൻ നടക്കത്തില്ല. അപ്പം ബോഡിയുടെ സ്വന്തമല്ലാത്ത ഒരു സെല്ലിനെ ബോഡി എതിർക്കും. അപ്പം അതിശക്തമായിട്ട് എതിർത്ത് അതിനെ നശിപ്പിച്ച് കളയും. ഇതാണ് ഈ പരീക്ഷണങ്ങളുടെ രണ്ടും രത്നച്ചുരുക്കം. ഇതാണ് മാനവരാശിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് എല്ലാവരും കാണുകയും വിധി എഴുതുകയും ചെയ്തേക്കുന്ന ഒരു പരീക്ഷണമാണ്. ഇതിനാണ് ഇത്തവണ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. താങ്ക് യു.